ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ ഈ ചെറുക്കൻ്റെ പരിപാടി എന്നുള്ളല്ലേ. ഇത് വേറെ ഒന്നല്ല. ഇതാണിപ്പോൾ നമ്മുടെ ലൈസൻസിൻ്റെ അതായത് ടെസ്റ്റിൻ്റെ ഒരു മാതൃകയാണ് ഈ സാധനം. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്കിനിപ്പോൾ ലൈസൻസ് കിടക്കേണ്ടത്. പണ്ടത്തെ പോലത്തെ ഇട്ടിട്ട് അങ്ങനെ റോഡ് ടെസ്റ്റും കൊടുത്ത് അങ്ങ് പോകുക, അത് നടപടിയാവുന്ന കേസല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇത് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ട ആവശ്യങ്ങൾ. റോഡും പാർക്കിങ്ങും പിന്നെ സിക്സാഗ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ കയറ്റം അവിടെ ഹാഫ് ക്ലച്ചിൽ നിർത്തണം എന്നൊക്കെയാണ് നിയമങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇതൊന്ന് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഒന്ന് കാണിച്ചെടുത്ത് എങ്ങനെ നമ്മൾ ഇടുക എന്നാണത്. അപ്പോൾ നമ്മളിവിടെ നേരെ ഇവിടെ വരിക. ഇവിടെ നിന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ആണ്. നേരെ പോവുക. നേരെ പോയിട്ട് അവിടെ നിന്ന് റൈറ്റ്. നമ്മൾ റൈറ്റ് എടുത്ത് നേരെ പതിയെ അതിനെ പോയിട്ട് ഇവിടെ കൊണ്ട് നിന്നു. ഇവിടെ നിന്ന് നേരെ നമ്മൾ റിവേഴ്സ് വരിക. അതേപടി നേരെ ഇങ്ങോട്ട് പോവുക. ഇവിടെ പോയിട്ട് നേരെ ഇത് വഴി തന്നെ ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഫ്രണ്ട് തന്നെ പോവുക. ഫ്രണ്ടിൽ നിന്ന് നേരെ വേഗം റിവേഴ്സ് വരിക. റിവേഴ്സ് വന്നിട്ട് പിന്നെയാണ് നമ്മളെ സിഗ്സാഗ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ലൈൻ വരുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെയറിംഗ് കപ്പാസിറ്റി, അതായത് നമ്മുടെ കൈയൊക്കെ ഒന്ന് വഴങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നേരെ പോയിട്ട് ഇവിടെയാണ് ടാസ്ക് ഉള്ളത്. നമുക്ക് മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് സിഗ്സാഗ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മെയിൻ ടാസ്ക്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരെ പതിയെ ഇതെല്ലാം കട്ട് ചെയ്ത് ഇത് മെയിനായിട്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ വഴങ്ങാനും വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പതിയെ വന്ന് ഓക്കെ ഇവിടെ കൊണ്ട് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ട് ഇനി അടുത്ത ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിറർ നോക്കി നമ്മുടെ ഇത്ര പൊസിഷനിൽ വന്നു കഴിഞ്ഞ് നമ്മൾ ഓടിക്കേണ്ട നമുക്ക് ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഈ ഐഡിയയിൽ നമ്മൾ നേരെ ബാക്ക് വരിക. ബാക്ക് വന്ന് ഇതിനകത്ത് കവർ ചെയ്ത് ഫുള്ളാക്കിയിട്ട് നേരെ പാർക്ക് ചെയ്ത് നിർത്തുക. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കിങ്ങിൽ നിന്ന് നേരെ നമ്മളിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് അപ്പോൾ നമ്മളിത് പാർക്കിംഗ് ഭാഗത്തു നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഇനി നമ്മളെ മെയിൻ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടം കൊണ്ടുള്ള ഈ ഒരു ടാസ്ക്കാണ്, ഈ കയറ്റം കയറുക എന്നുള്ള ടാസ്ക്കാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ വന്നിട്ട് ഇവിടം കൊണ്ട് നമ്മൾ കയറ്റി നിർത്തണം. വണ്ടി ഇവിടെ നിർത്തണം. ഈ പൊസിഷനിൽ നമ്മൾ വണ്ടി ഹാഫ് ക്ലച്ചിൽ നിർത്തണം. ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുത്തൊന്ന് പുറകോട്ട് ഇറങ്ങാനോ ഒന്നിനും പാടില്ല. ഇവിടുന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹാഫ് ക്ലച്ചിൽ പതിയെ നമ്മൾ കയറ്റി ഇവിടെ നേരെ ഇങ്ങോട്ട് ഇറങ്ങി വണ്ടി എന്നാ ചെയ്യണം, ഫ്രണ്ട് തന്നെ ഇങ്ങോട്ട് പോകണം. ഫ്രണ്ട് പോയി അതേപടി നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് കയറി വന്നോ അതേപോലെ തന്നെ നമ്മൾ റിവേഴ്സ് ഇറങ്ങി വണ്ടി അവിടെ നിർത്തി കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഒരു ടാസ്ക് ആയിട്ടുള്ള സംഭവം തന്നെ. ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞെങ്കിൽ മെയിനായിട്ട് എല്ലാവർക്കും പറ്റാത്തൊരു സംഭവം തന്നെയാണ് ഈ ഹാഫ് ക്ലച്ച് എന്നുള്ളത്. ഇത് വരുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് വരുന്നത് നമ്മുടെ അതായത് നമ്മൾ ഈ ഹാഫ് ക്ലച്ച് എടുക്കണം ഭയങ്കര റിസ്ക്കുള്ള പരിപാടി തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പിന്നെ മേ ബി നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ പറ്റും എന്നുള്ള ധാരണ എനിക്കുണ്ട്. പിന്നെ പാർക്കിംഗ് നമ്മൾ എങ്ങനെ പോയാലും ഇവിടം കൊണ്ട് വണ്ടി നിർത്തി നമ്മൾ മിറർ നോക്കി കറക്റ്റ് നമ്മൾ പാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ പൊട്ടിപ്പോകും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഹാഫ് ക്ലച്ചിൽ നിർത്തുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ, ഞാൻ ഹാഫ് ക്ലച്ചിൽ എങ്ങനെ കയറ്റത്തിൽ നിർത്തുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ ഉപകാരപ്പെടുന്നവരാണ് കാണുക. അപ്പോൾ ഇതാണ് ഇതിന് ഇപ്പോൾ ഇങ്ങനെ വരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഇത് വരുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതേണ്ടേ ഞാൻ ഫസ്റ്റ് ഗിയറിലിട്ടു. ഇപ്പോൾ നല്ല കയറ്റത്തിലാണ് വണ്ടി നിൽക്കുന്നത്, കയറ്റത്തിലാണ് വണ്ടി നിൽക്കുന്നത്. ക്ലച്ചിലും ബ്രേക്കിലും കൂടി അങ്ങനെ പിടിച്ച് നിർത്തിയേക്കുവാണ്. ഇനി നമ്മളിത് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലച്ച് കണ്ടോ, ഈ ക്ലച്ച് പതിയെ റിലീസിങ് കൊടുക്കുക. ഈ റിലീസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ചെറിയൊരു മൂവിങ് വണ്ടിക്ക് കിട്ടും. ഈ മൂവിങ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാല് ഇവിടെ നിന്ന് പതിയെ അങ്ങനെ ആക്സിലേറ്റർ മോഡ് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മൾ ഈ കാലിൻ്റെ മുകളിൽ നിൽക്കുക, ബ്രേക്ക് പിടിച്ചിട്ടില്ല, ആക്സിലേറ്റർ മോഡിലാണ് നിൽക്കുന്നത്. അതായത് ഹാഫ് ക്ലച്ചിൽ വണ്ടി അങ്ങോട്ടുമില്ല എങ്ങോട്ടും പോകത്തില്ല, എങ്ങനെ നിൽക്കും വണ്ടി. ഇങ്ങനെ തന്നെ നമ്മൾ പതിയെ എന്നാ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക, ക്ലച്ച് ഒന്ന് പതിയെ റിലീസ് ചെയ്യുക, സംഭവം അങ്ങനെ അങ്ങോട്ട് പൊക്കോളും. ഇത്രയേ ഉള്ളൂ ഈ പരിപാടി ഉള്ളത്. അപ്പോൾ ചെറിയൊരു മൈന്യൂട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടി ക്ലച്ചിൻ്റെ മുകളിലുള്ളതും എല്ലാ പരിപാടിയും നമുക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ കയറ്റത്തിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഇങ്ങനെ നിന്ന് ഞാൻ വേണ്ട ക്ലച്ച് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ബ്രേക്കിൻ്റെ മുകളിലെ പരിപാടിയല്ല, ക്ലച്ചിൻ്റെ മുകളിൽ തന്നെ എല്ലാ പരിപാടികളും. ഒന്ന് ക്ലച്ച് താങ്ങുക, ഒന്ന് ആക്സിലേറ്റർ പതിയെ കൊടുക്കുക, ക്ലച്ച് താങ്ങുക, ആക്സിലേറ്റർ പതിയെ കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. ഇതൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടല്ലോ, കയറ്റത്തിൽ വണ്ടി നമ്മൾ ക്ലച്ച് നിൽക്കുക എന്നുള്ളത് സിമ്പിളായിട്ടുള്ള പരിപാടിയേ ഉള്ളൂ.